നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇടത് പാളയത്തിൽ നിന്ന് കൂടുതൽ പേരെ പാർട്ടിയിലെത്തിക്കാൻ കോൺഗ്രസ്. പാലക്കാട് മലമ്പുഴയിൽ വി.എസ്. അച്യുതാനന്ദന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് എ. സുരേഷ് യു.ഡി.എഫ് സ്ഥാനാർത്ഥിയാകും. അതിനിടെ ചലച്ചിത്ര അക്കാദമി മുൻ അധ്യക്ഷൻ പ്രേംകുമാറും CPI സഹയാത്രികനും നടനുമായ ജയൻ ചേർത്തലയും ഇന്ന് കോൺഗ്രസ് വേദിയിലെത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് UDF-നെ വിശാല ജനാധിപത്യ പ്ലാറ്റ്ഫോമാക്കി മാറ്റുന്ന വിസ്മയകരമായ തീരുമാനമുണ്ടാകുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് V.D. സതീശന്റെ പ്രഖ്യാപനം. ഇത് ശരിവെക്കുന്ന കൂടുമാറ്റങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. 13 വർഷമായി പാർട്ടിയുടെ അച്ചടക്ക നടപടി നേരിട്ട് CPI-ന് പുറത്തു നിൽക്കുന്ന V.S. അച്യുതാനന്ദന്റെ മുൻ PA എ. സുരേഷ് മലമ്പുഴയിൽ UDF സ്ഥാനാർത്ഥിയാകുന്നതാണ് ഒരു വിസ്മയം. ഇന്ന് വൈകിട്ട് പാലക്കാട് നടക്കുന്ന പ്രതിപക്ഷ നേതാവ് V.D. സതീശന്റെ പുതുയുഗ യാത്രയിൽ എ. സുരേഷ് പങ്കെടുക്കും. ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗ യാത്രയിൽ പാലക്കാട് സ്വീകരണത്തിൽ ഞാൻ പങ്കെടുക്കും. സ്ഥാനാർത്ഥിയാണോ അല്ലയോ എന്നുള്ളത് UDF-ന്റെ നേതൃത്വമാണ് പറയേണ്ടത്, ഞാനല്ല. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് ഒഴിവാക്കപ്പെട്ട നടൻ പ്രേംകുമാറും കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തുമെന്നാണ് സൂചന. കോൺഗ്രസ് സംഘടനയായ സംസ്കാര സാഹിതിയുടെ കോട്ടയത്തെ പരിപാടിയിൽ പ്രേംകുമാറാണ് മുഖ്യാതിഥി. ഇടത് അനുഭാവിയായിരുന്ന നടൻ ജയൻ ചേർത്തലയും സംസ്കാര സാഹിതിയുടെ പരിപാടിയിൽ എത്തുന്നുണ്ട്. ജയൻ ഇന്നലെ KC വേണുഗോപാലിനെ കണ്ടിരുന്നു. എന്നാൽ പ്രേംകുമാർ കോൺഗ്രസിലേക്ക് പോകില്ലെന്നാണ് CPI-ന്റെ പ്രതീക്ഷ. എനിക്ക് തോന്നുന്നില്ല. പ്രേമൻ എനിക്ക് നല്ലോണം അറിയാവുന്നതാണ്. ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പ്രേമം അങ്ങനെ പോകുന്നതിന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടാകുന്ന വിസ്മയം LDF-ന്റെ ഭരണ തുടർച്ചയാകുമെന്നാണ് CPI-ന്റെ ആത്മവിശ്വാസം. കേരളത്തിൽ സംഭവിക്കാനിടയുള്ള വിസ്മയം അതിലൊന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ തിരുവനന്തപുരത്ത് കേട്ടു. കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് ശ്രീ മണിശങ്കർ അയ്യർ പറഞ്ഞു, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം വീണ്ടും വരാനാണ് സാധ്യത. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.